പ്രിയമുള്ളവരെ, ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നത്. ആദ്യ ദിനത്തിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അനുശോചനം അർപ്പിച്ച് സഭ പിരിയും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 7 മുതലാണ് സഭാ സമ്മേളനം തുടരുക. 7-ാം തീയതി സംഭവ ബഹുലമാവും. സഭാ സമ്മേളനം 18-ന് അവസാനിക്കും. കേരള വെറ്റിനറി സർവകലാശാല ബിൽ ഉൾപ്പെടെ 6 ബില്ലുകളാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ പരിഗണനയ്ക്ക് വരുന്നത്. ബില്ലുകൾ പരിഗണിക്കുന്നതിന്റെ സമയക്രമം ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനിക്കും. വിവരങ്ങളുമായി ആർ ഋഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ ഋഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. സംഭവബഹുലവും ഒപ്പം തന്നെ വിവാദത്തിന്റെ പശ്ചാത്തലമുള്ളതുമായൊരു സാഹചര്യത്തിലാണ് ഈ 15ാം നിയമസഭയുടെ 12ാം സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുമെന്നത് ഉറപ്പാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണപക്ഷത്തെ പിടിച്ചുലക്കാൻ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുണ്ട്. അത് വലിയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കും. ഇന്നത്തെ ദിവസം ശരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞാൽ 7-ാം തീയതി മുതലാണ് യഥാർത്ഥത്തിലുള്ള ഷോ ആരംഭിക്കുന്നത് നിയമസഭയിലല്ലേ? അരുൺകുമാർ, ഈ 12ാം സഭാ സമ്മേളനം സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് ആഞ്ഞടിക്കാനുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത് ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ തന്നെയാണ് അതിൽ പ്രധാന വിഷയങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് സംഭാവന ചെയ്തതും. ആ വിഷയങ്ങൾ ഓരോന്നായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമായി സഭയിൽ എത്തിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. തിങ്കളാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ എത്തുക, അതിനു മുമ്പ് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഏതൊക്കെ തരത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കണമെന്ന തീരുമാനമെടുത്തതിന് ശേഷമാകും. ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി സഭയിൽ നേരത്തെ നൽകിയെങ്കിലും അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ പട്ടികയിലില്ല. അതിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിനുണ്ട്. ഈ കാര്യം സ്പീക്കർക്ക് കത്തായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയിട്ടുമുണ്ട്. ഈ വിഷയമടക്കം നിയമസഭാ സമ്മേളനം ആദ്യ ദിവസം, അതായത് ഇന്ന് സഭ തുടങ്ങുമെങ്കിലും നടപടിക്രമങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയ വിഷയം അത് സഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയും. ഈ കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനൊപ്പമാണ് PV അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങൾ. അത് സ്വർണം പൊട്ടിക്കലടക്കം പോലീസുമായി ബന്ധപ്പെട്ടത്, പി ശശിക്കെതിരെയുള്ളത്, തൃശ്ശൂർ പൂരം കലക്കിയത്, ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അത് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മറ്റൊരു ആയുധമാക്കി ഉയർത്തും. അതിനൊപ്പം ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ വിവാദ അഭിമുഖം, ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട PR ഏജൻസിയുടെ പങ്കാളിത്തം, ഇങ്ങനെ തുടങ്ങിയ 1/2 ഡസനിലേറെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ തന്നെയുണ്ട്. അത് നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നിയമസഭയ്ക്ക് അകത്ത് പ്രയോഗിക്കും. ഇതിനൊപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്തും ഈ സഭാ സമ്മേളന കാലയളവിൽ വലിയ പ്രതിഷേധ പരിപാടികൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ 8-ാം തീയതി യുവജന സംഘടനകൾ, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. അതേ ദിവസം തന്നെ വൈകിട്ട് UDF നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടക്കും. സംസ്ഥാന വ്യാപകമായും സമാനമായ പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും 8 ദിവസം മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും മനസ്സിലാക്കിയും നോക്കിയാൽ 7-ാം തീയതി നിയമസഭയിൽ പ്രതിപക്ഷം എത്തുന്നതിന് മുൻപ് ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ഭരണപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ഫ്യൂസ് ഊരുവോ? കാരണം ആ ADGP വിഷയമായിരിക്കുമല്ലോ സഭയിൽ വളരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയാനൊരു വിഷയം കിട്ടും. റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാനാണ് താൻ പറഞ്ഞത്. റിപ്പോർട്ട് കിട്ടി, അതായത് ഇന്ന് റിപ്പോർട്ട് കൊടുക്കും, നാളെ അത് പഠിക്കും, മറ്റന്നാളത്തോടുകൂടി തീരുമാനമാവും. 7-ാം തീയതി സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അത് പ്രതിപക്ഷത്തിനൊരു തിരിച്ചടിയാവും. അരുൺകുമാർ, പ്രതിപക്ഷം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ADGPയെ ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ വിഷയം രൂക്ഷമായി സഭയിൽ എത്തിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ മാറ്റിയേക്കും. എങ്കിൽ പോലും അത് മുൻകൂട്ടി കണ്ട് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം സഭയിൽ ഉയർത്താനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത്. കാരണം ADGPയെ സംരക്ഷിച്ചത്, ADGPക്ക് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആ ഒരു നിർദ്ദേശം നൽകിയതടക്കം അത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കണ്ടത് എന്ന് ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കും. ADGPയെ മാറ്റിയാൽ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാൽ പോലും മറ്റൊരു തരത്തിൽ ആ വിഷയം സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താനുള്ള നീക്കമാകും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. പ്രതിപക്ഷം ഏതായാലും അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു നീക്കം പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ നീക്കം അത് പുറത്ത് ആയതാണ്. കാരണം കൃത്യമായി പ്രതിപക്ഷ പ്രധാന നേതാക്കളൊക്കെ സഭയിൽ ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്ന് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, എല്ലാവരും
എല്ലാവരും നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ച കാരണത്താൽ അത് എങ്ങനെ പ്രതിരോധിക്കാം എന്ന നീക്കം ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഈ തരത്തിലായിരിക്കുമെന്നും പ്രതിപക്ഷം കരുതുന്നു. പക്ഷേ എന്നാലും പ്രതിപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം സഭയിൽ ശക്തമായി ഉയർത്താനുള്ള നീക്കം നടക്കും. അതിനപ്പുറം അതേസമയം തന്നെ പ്രതിപക്ഷ യുവജന സംഘടനകളെ കൊണ്ട് സഭയ്ക്ക് പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കമാകും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. പക്ഷേ 8 ദിവസം മാത്രമാണ് സഭാ സമ്മേളനം നടക്കുക. അതിൽ 2 ദിവസം അത് വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായി അന്ന് ഉച്ചവരെ സഭയുണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും ഉള്ള സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പാണ് പ്രതിപക്ഷം സഭയിൽ നടത്തുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്ക് നോക്കാം. ഇനി 7-ാം തീയതിയാണ് യഥാർത്ഥത്തിലുള്ള സഭയിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യും.